പശ്ചിമ ബംഗാളിൽ അടുത്ത മാസത്തോടെ അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പല റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് ദീദിയുടെ, അതായത് മമതാ ബാനർജിയുടെ അവസാനത്തെ ഭരണമായിരിക്കും പശ്ചിമ ബംഗാളിൽ എന്നാണ്. പശ്ചിമ ബംഗാളിൽ വർഷങ്ങളോളം തൃണമൂൽ കോൺഗ്രസിന്റെ ദുർഭരണമായിരുന്നു നടന്നത്. അതിന്റെ മെയ് 4 അതിനൊരു അറുതി വരുത്താൻ അല്ലെങ്കിൽ ഒരു അന്ത്യം കുറിക്കാനായി പോവുകയാണ്. നിലവിൽ പാവങ്ങളുടെ പാത്രത്തിലും മമതയുടെ പാർട്ടിയും മമതയും കൈയിട്ട് വാരി എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് പശ്ചിമ ബംഗാളിൽ റേഷൻ കടകൾ വഴി പാവപ്പെട്ടവരുടെ വിശപ്പകറ്റാൻ നൽകുന്ന അരിയിലും മമതയും മമതയുടെ പാർട്ടിയും കൈയിട്ട് വാരി എന്നാണ് കേന്ദ്ര ഏജൻസി വ്യക്തമാക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി റേഷൻ കടകളിൽ വഴി, അതായത് റേഷൻ അഴിമതി നടന്നുവെന്നാണ് ഇ ഡി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഒരർത്ഥത്തിൽ ഇ ഡി പറയുന്നത് അന്വേഷണമൊക്കെ നടന്ന് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇതൊരു വലിയൊരു കുംഭകോണ അഴിമതിയായി മാറുമെന്നാണ് ഇ ഡി വൃത്തങ്ങൾ തന്നെ നൽകുന്ന സൂചന. റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ഇപ്പോൾ റെയ്ഡ് ഉണ്ടായിരിക്കുന്നത്. കൊൽക്കത്ത, അതോടൊപ്പം തന്നെ ബർദ്വാൻ, ഹബ്ര എന്നിവിടങ്ങളിലെ 9 കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം ഇ ഡി ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുന്നത്. ഇതിനോടകം തന്നെ മുൻ ഭക്ഷ്യമന്ത്രി ജ്യോതിപ്രിയ മല്ലിക് ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. റേഷൻ ഗോതമ്പ് മറച്ചു വിൽക്കുന്ന സംഘത്തിലെ വിതരണക്കാരെയും കയറ്റുമതിക്കാരെയും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. നിരഞ്ജൻ ചന്ദ്ര സാഹ, സുശാന്ത സാഹ, സമീർ കുമാർ ചന്ദ്ര, പാർത്ത സാഹ തുടങ്ങിയവരുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളിലും വീടുകളിലും ഓഫീസുകളിലുമാണ് ശനിയാഴ്ച ഇ ഡി സംഘം പരിശോധന നടത്തിയത്. 2020 ഒക്ടോബറിൽ ബസീൽ ഹട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചത്. കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന റെയ്ഡിൽ ഏകദേശം 1.5 കോടി രൂപയും അതോടൊപ്പം തന്നെ 1.5 കോടി രൂപ മൂല്യമുള്ള സ്വർണ്ണ ആഭരണങ്ങളും ഇ ഡി പിടിച്ചെടുത്ത് സീൽ ചെയ്തിട്ടുണ്ട്. റേഷൻ കടകളിൽ എത്തേണ്ട ഭക്ഷ്യധാന്യങ്ങൾ സാധാരണക്കാർക്ക് ലഭിക്കാതെ വൻകിട വ്യാപാരികളിലേക്ക് എത്തിയതിലൂടെ ഏകദേശം 10,000 കോടി രൂപയുടെ അഴിമതി നടന്നതായാണ് പ്രാഥമികമായ നിഗമനം. ഗോജാദംഗ ലാൻഡ് കസ്റ്റംസ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി കമ്മീഷണർ നൽകിയ പരാതിയിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ക്ഷേമ പദ്ധതികൾക്കായി സർക്കാർ നൽകുന്ന കുറഞ്ഞ നിരക്കിലുള്ള ഗോതമ്പ് വൻതോതിൽ മറച്ചു വിറ്റതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം ശക്തമാക്കിയത്. വിതരണക്കാരും ലൈസൻസുള്ള ഡീലർമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് ഒരു വൻ മാഫിയ തന്നെ ഈ അഴിമതിക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ അനധികൃത ഇടപാടുകളിലൂടെ ലഭിച്ച പണം എങ്ങോട്ടാണ് ഒഴുകിയതെന്നാണ് ഇ ഡി ഇപ്പോൾ പരിശോധിക്കുന്നത്. കൂടാതെ ഇതിലൊരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് ഇ ഡി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിനെപ്പറ്റി ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ വ്യക്തമായ തെളിവുകൾ കിട്ടിയാൽ കള്ളപ്പണ നിരോധിത നിയമപ്രകാരം കേസെടുക്കുമെന്നാണ് ഇ ഡി പറയുന്നത്. എന്തായാലും മമതയെയും അതോടൊപ്പം തന്നെ മന്ത്രിസഭയിലെ മുൻ ഭക്ഷ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ അറസ്റ്റ് നേരെ മമതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മമതയെ നേരെ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് അരവിന്ദ് കെജ്രിവാൾ കിടന്ന അതേ സെല്ലിലേക്ക് മമതയെ മാറ്റാനുള്ള സാധ്യതയും കൂടുതലാണ്.